അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദ വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദ. ഏറെ ബഹുമാനമുള്ള പ്രിയ ശ്രോതാക്കളെ, സുഹൃത്തുക്കളെ, റഹീഖുൽ ഖുർആനിൻ്റെ മൂന്നാമത്തെ സെഷനിലെ രണ്ടാമത്തെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ മുത്തഫിഫീനിലെ 4, 5, 6 വചനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലൂടെ നാം പഠിക്കുന്നത്. ആദ്യമായി നമുക്ക് ആ വചനങ്ങളും അതിൻ്റെ അർത്ഥവും വാക്കർത്ഥവും ഒന്ന് നോക്കാം. أعوذ بالله من الشيطان الرجيم ألا يظن أولئك أنهم مبعوثون ليوم عظيم يوم يقوم الناس لرب العالمين. ആയത്തുകളുടെ അർത്ഥം നോക്കാം. ആദ്യമായി 4-ാമത്തെ വചനം, അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ. ആയത്തിൻ്റെ അർത്ഥം, അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ തങ്ങൾ മരണാനന്തരം എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ് എന്ന്. വാക്കർത്ഥങ്ങൾ നോക്കാം. അലാ യദുന്നു വിചാരിക്കുന്നില്ലേ അല്ലെങ്കിൽ ധരിക്കുന്നില്ലേ, ഉലായിക്ക അക്കൂട്ടർ. അപ്പോൾ അലാ യദുന്നു ഉലായിക്ക അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ, അന്നഹും തീർച്ചയായും അവർ, മബ്ഊസൂൻ എഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണെന്ന്, അഥവാ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ് എന്ന് ഈ പറഞ്ഞ വിഭാഗം ആളുകൾ വിചാരിക്കുന്നില്ലേ, അവർ ധരിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിച്ചിട്ടുള്ളത്. കഴിഞ്ഞ വചനങ്ങളിൽ ചർച്ച ചെയ്ത വിഷയവുമായി ബന്ധപ്പെട്ടാണ് അള്ളാഹു ഈ ചോദ്യം ഉന്നയിക്കുന്നത്. മുത്തഫിഫീൻ അഥവാ അളവിലും തൂക്കത്തിലുമെല്ലാം കൃത്രിമം കാണിക്കുന്ന, ജനങ്ങൾക്ക് നഷ്ടം വരുത്തുന്ന ആളുകൾ, ആ വിഭാഗം ആളുകൾ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്നുള്ള കാര്യം അവർ മറന്നു പോവുകയാണോ എന്ന് ചോദിക്കുകയാണ്. ഇനി 2-ാമത്തെ വചനം അഥവാ 5-ാമത്തെ ആയത്ത് ആ പരലോകത്തിൻ്റെ ഭീകരത ഉണർത്തുന്ന രീതിയിലാണുള്ളത്. ലിയൗമിൻ അദീം. ആയത്തിൻ്റെ അർത്ഥം വമ്പിച്ച ആ ഒരു ദിവസത്തിലേക്ക്. ലിയൗമിൻ എന്ന് പറഞ്ഞാൽ ഒരു ദിവസത്തിലേക്ക്, അദീം വമ്പിച്ച. അപ്പോൾ അത്രയും വമ്പിച്ച ആ ഒരു ദിവസത്തിൽ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും എന്ന കാര്യം അവർ ധരിക്കുന്നില്ലേ, വിചാരിക്കുന്നില്ലേ എന്നാണ് അള്ളാഹു ചോദിക്കുന്നത്. ഇനി നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് കടക്കാം. ആദ്യമായി ഇമാം ഖുർത്തുബി റഹ്മഹുല്ല നൽകിയ വിശദീകരണം നോക്കാം. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹം പറയുകയാണ്, ഇൻകാറുൻ വ തഅജീബുൻ അദീമുൻ മിൻ ഹാലിഹിം ഫിൽ ഇജ്തിറാഇ അല തത്ഫീഫ്. അഥവാ നമ്മൾ കഴിഞ്ഞ വചനത്തിൽ പറഞ്ഞ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആ ഒരു വിഭാഗം ആളുകൾ, അവരുടെ അവസ്ഥ എത്രയോ പരിതാപകരമാണ് എന്ന് ഈ വചനം ഓർമ്മപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ഇൻകാറുൻ വ തഅജീബുൻ അദീമുൻ മിൻ ഹാലിഹിം, അവരുടെ അവസ്ഥ എത്രയോ ഭീകരമാണ് അല്ലെങ്കിൽ എത്രയോ അത്ഭുതകരമാണ്. അല ഫിൽ ഇജ്തിറാഇ അല തത്ഫീഫ്, അവർ ഈ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുവാൻ അവർ മുന്നേറുന്നുണ്ട് എന്നുള്ളത് എത്രയോ അത്ഭുതകരമാണ്. കാരണം കഅന്നഹും ലാ യഖ്തിറൂന തത്ഫീഫ് ബിബാലിഹിം, അവരുടെ ഹൃദയങ്ങളിൽ ഈ ഒരു വിഷയത്തിൻ്റെ ഗൗരവം അവർ ഉൾക്കൊള്ളുന്നില്ല. വലാ യുഹമ്മിനൂന തഖ്മീന, അതേപോലെ തന്നെ അന്നഹും മബ്ഊസൂൻ, അവർ പുനർജീവിപ്പിക്കപ്പെടുന്നവരാണ് അല്ലെങ്കിൽ പരലോകത്ത് അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്നവരാണ് എന്നുള്ള വിഷയം അവരുടെ മനസ്സിൽ തീരെ ഇല്ലാത്തതുപോലെയാണ് അവർ ഈ ഒരു കുറ്റത്തിലേക്ക്, ഈ ഒരു തെറ്റിലേക്ക് അവർ എടുത്തു ചാടുന്നത്, അത് ചെയ്യാൻ അവർ തയ്യാറാകുന്നത് എന്നാണ്. അങ്ങനെ അപ്രകാരം അവർ പരലോകത്ത് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഫമസ്ഊലൂന അമ്മാ യഫ്അലൂൻ, അവർ ചെയ്തു വെച്ച കാര്യങ്ങളെ സംബന്ധിച്ച് തീർച്ചയായും അവർ ചോദ്യം ചെയ്യപ്പെടുന്നവർ തന്നെയാണ് എന്നാണ്. ഇനി ഇബ്നു കസീർ റഹ്മഹുല്ല ഇതുമായി നൽകിയ വിശദീകരണത്തിൽ നിന്നും നമുക്ക് വായിക്കാം. സുമ്മ ഖാല തആല മുതവഇദൻ ലഹും, അഥവാ ഈ വിഭാഗം ആളുകൾക്ക് ശക്തമായ താക്കീത് എന്നോണമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ വചനത്തിലൂടെ കാര്യങ്ങൾ പറയുന്നത്. അഥവാ ഐ അമ്മാ യഖാഫു ഉലൈക മിനൽ ബഅസി വൽ ഖിയാമി ബൈന യദൈ മൻ യഅലമു സറായിർ വദ്ദമായിർ. എല്ലാവിധ രഹസ്യങ്ങളും എല്ലാ പരസ്യങ്ങളും എല്ലാം തന്നെ എത്ര ഒളിപ്പിച്ചു വെച്ചാലും എല്ലാം പരിപൂർണമായും ഡീറ്റെയിലായി അറിയുവാൻ കഴിവുള്ള റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്ന കാര്യം അവർ മറന്നു പോയിരിക്കുകയാണോ? ആ ഒരു വിഷയം അവർ എന്തുകൊണ്ട് അത് ആലോചിച്ചവർ പേടിക്കുന്നില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരോട് ആശ്ചര്യം ചെലുത്തുന്ന രീതിയിൽ ചോദ്യം ഉന്നയിക്കുകയാണ്. അത് ഫി യൗമിൻ അദീമിൽ ഹൗൽ, അഥവാ ഭീതിജനകമായുള്ള അന്തരീക്ഷം പടർത്തുന്ന ആ ഒരു ദിവസമായിരിക്കും അത്. കസീറുൽ ഫസ, പരിപൂർണമായും വെപ്രാളത്തിലായിരിക്കും എല്ലാവരും ഉണ്ടായിരിക്കുക. ജലീലുൽ ഖത്ബ്, ഓരോ കാര്യവും പരിപൂർണമായും ഭീതിജനകമായ രീതിയിലായിരിക്കും ഉണ്ടായിരിക്കുക. മൻ ഖസിറ ഫീഹി ഉദ്ഖില നാറൻ ഹാമിയ, ആരാണോ അന്നവിടെ നാശത്തിൽ അകപ്പെടുന്നത് അവർ നരകത്തിൽ
കടന്നെരിയുന്ന ആളുകൾ തന്നെയായിരിക്കുമെന്നാണ്. കത്തിജ്വലിക്കുന്ന നരകത്തിന്റെ അവകാശികളായവർ മാറുകയും ചെയ്യുന്നതാണ്. ഇനി അദ്വാഉൽ ബയാനിൽ ഇമാം ഷൻഖീത്തി റഹ്മഹുല്ലാഹ് നൽകിയിട്ടുള്ള വിശദീകരണത്തിൽ നിന്നും വായിക്കാം. ഖൗലുഹു തആല അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അദീം. ഈ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രധാനമായും പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. അല്ലെങ്കിൽ അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിക്കുന്ന ആളുകളോടായിക്കൊണ്ട് അല്ലാഹു ഈ വചനത്തിലൂടെ ഉണർത്തുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണത്? ഒന്നാമത്തേത് തഖ്രീഉൻ, രണ്ടാമത്തേത് തൗബീഖുൻ ലിഹഉല ഇന്നാസ്. അഥവാ ഒന്നാമത്തേത് അവരുടെ ആ ഒരു പ്രവർത്തനത്തെ മോശമായി ചിത്രീകരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് തഖ്രീഉൻ എന്ന് പറഞ്ഞാൽ. രണ്ടാമത്തേത് തൗബീഖുൻ, അവർ ചെയ്യുന്ന ആ ഒരു പ്രവർത്തനത്തിന്റെ അനന്തരഫലം അതേറെ ഭീതിജനകമാണ് എന്നവരെ ഉണർത്തുകയാണ്, അവരെ പേടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഈ രണ്ട് കാര്യങ്ങൾ ആ രണ്ട് വചനങ്ങളിലായിക്കൊണ്ട് ഉൾപ്പെട്ടിട്ടുണ്ട് എന്നാണ്. അതേപോലെ തന്നെ അതിൽ നിന്ന് രണ്ട് മസ്അലകൾ ഇമാം ഷൻഖീത്തി റഹ്മഹുല്ലാഹ് പഠിപ്പിച്ചു തരുന്നുണ്ട്. ഒന്നാമത്തേത് അന്നൽ ബാഇസ് അലാ ഹാദൽ അമലി ഹുവ അദ്മുൽ യഖീൻ ബിൽ ബഅസ്. ഇത്തരത്തിലുള്ള പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ അല്ലാഹു സുബ്ഹാനഹു വ തആല തങ്ങളെ ഉയർത്തെഴുന്നേൽപ്പിക്കും എന്നുള്ള ആ ഒരു ബഅസിനെ സംബന്ധിച്ച് കൃത്യമായി വിശ്വാസം പുലർത്താത്തവനായിരിക്കും എന്നാണ്, യഖീൻ ഇല്ലാത്തവനായിരിക്കും എന്നാണ്. അതുമല്ലെങ്കിൽ അവിൽ യഖീനു മൗജൂദുൻ, അവരുടെ ഹൃദയങ്ങളിൽ ആ ഒരു വിശ്വാസം ഉണ്ടായിരിക്കാം, പക്ഷേ ലകിന്നഹും യഅലമൂന അലാ ഗൈരിൽ മൂഖിനീൻ, പക്ഷേ അവർ പ്രവർത്തിക്കുന്നത് ആ ഒരു ദൃഢവിശ്വാസം വെച്ച് പുലർത്താത്തവരെ പോലെയാണ്. ഐ ഗൈറി മുബാലീൻ, അഥവാ പരലോകത്തെ പരിഗണിക്കാത്തവരെ പോലെയാണ് അവർ പ്രവർത്തിക്കുന്നത് എന്നാണ്. അതാണ് ഒന്നാമത്തെ മസ്അലയായിക്കൊണ്ട് അദ്ദേഹം പഠിപ്പിച്ചു തരുന്നത്. ഒന്നുകൂടി അതിനെ ചുരുക്കി പറയുകയാണെങ്കിൽ, സാമ്പത്തികമായി ധാരാളം ഇഷ്ടം വെച്ച് പുലർത്തുന്ന ആളുകൾ ഉണ്ടായിരിക്കും, സമ്പത്തിനോട് കൂടുതൽ കൊതിയുള്ള ആളുകൾ. പക്ഷേ അത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം ധാരാളം കൃത്രിമം അവരുടെ ഇടപാടുകളിൽ അവർ കാണിക്കുകയും പരലോകത്തെ അവർ മറന്നു പോവുകയും അല്ലെങ്കിൽ പരലോകത്തിന് കൊടുക്കേണ്ട പ്രാധാന്യം അവർ കൊടുക്കാതിരിക്കുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അത് അവരെ നാശത്തിലെത്തിക്കുകയും ചെയ്യുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തേത് യുഫ്ഹമു അന്ന മുതഫിഫൽ കൈൽ വൽ വസ്ൻ വഹും യഅലമൂന ഹാദാ ഹഖീഖത്തൻ ഗാലിബ. അഥവാ ഇത്തരത്തിലുള്ള അളവിലും തൂക്കത്തിലും ഒക്കെ കൃത്രിമം കാണിക്കുന്ന ആളുകൾ അവർക്ക് ഹാദാ ഹഖീഖത്തൻ ഗാലിബ, ഭൂരിഭാഗം എടുത്തു നോക്കുകയാണെങ്കിലും ആ ഭൂരിഭാഗം ആളുകൾക്കും അതിന്റെ യാഥാർത്ഥ്യം അറിയാം. വലാ യത്തലു അലൈഹി തർഫുൽ ആഖർ, കച്ചവടങ്ങൾ വിൽക്കുമ്പോഴോ അല്ലെങ്കിൽ വാങ്ങിക്കുമ്പോഴോ കൃത്രിമം കാണിക്കുന്ന ആളുകളാണ് എങ്കിൽ, വിൽക്കുന്ന സന്ദർഭത്തിൽ കൃത്രിമം കാണിക്കുന്നവരാണെങ്കിൽ, വാങ്ങുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരെ അറിയാതെ അല്ലെങ്കിൽ അവർക്ക് മനസ്സിലാകാത്ത രീതിയിൽ കൃത്രിമം കാണിക്കുവാൻ വിൽക്കുന്ന ആളുകൾക്ക് കഴിഞ്ഞേക്കാം. അതുമല്ലെങ്കിൽ വാങ്ങിക്കുന്ന ആളുകളാണ് കൃത്രിമം കാണിക്കുന്നതെങ്കിൽ അവർക്കൊരു പക്ഷേ വിൽക്കുന്നയാൾ അറിയാത്ത രീതിയിൽ, അയാൾക്ക് മനസ്സിലാകാത്ത രീതിയിൽ അയാൾക്ക് വസ്തുക്കൾ വാങ്ങിക്കുവാനും കഴിഞ്ഞേക്കാം. രണ്ട് രീതിയിലാണെങ്കിലും, വാങ്ങിക്കുകയാണെങ്കിലും വിൽക്കുകയാണെങ്കിലും മറുവശം അറിയാത്ത രീതിയിൽ അവർക്കൊരു പക്ഷേ അവരെ കബളിപ്പിക്കുവാനോ അല്ലെങ്കിൽ അവരെ അറിയിക്കാതെ കാര്യങ്ങൾ നടത്തുവാനോ ഒരു പക്ഷെ കഴിഞ്ഞേക്കാം. പക്ഷേ ഫയകൂനുല്ലാഹു തആല ഹുവൽ മുത്തലിഉ അലാ ഫിഅലിഹി, അവന്റെ ചെയ്തികളെല്ലാം റബ്ബ് സുബ്ഹാനഹു വ തആല കൃത്യമായി കാണുന്നുണ്ട് എന്നവൻ അറിഞ്ഞുകൊള്ളണം. ഫഹുവല്ലദീ സയുഹാസിബുഹു വയുനാഖിഷുഹു, അത് റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ മേൽ വിചാരണ നടത്തുന്നതാണ്, അവനോടായിക്കൊണ്ട് അല്ലാഹു ചോദ്യങ്ങൾ ഉന്നയിക്കുകയും ചെയ്യുന്നതാണ്. അപ്പോൾ എത്ര പെർഫെക്റ്റ് ആക്കി കാര്യങ്ങൾ ചെയ്താലും, എത്ര പെർഫെക്റ്റ് ആയിക്കൊണ്ട് ക്കുകയാണെങ്കിലും അല്ലെങ്കിൽ മറ്റുള്ളവരെ പറ്റിക്കുകയാണെങ്കിലും അതെല്ലാം തന്നെ റബ്ബ് സുബ്ഹാനഹു വ തആല നോക്കിക്കാണുന്നുണ്ട് എന്നൊരു ബോധം അത്തരക്കാർക്ക് ഉണ്ടായിരിക്കേണ്ടതുണ്ട് എന്നാൽ. ലിഅന്നഹു ഖാനല്ലാഹു അല്ലദീ ലാ തഖ്ഫ അലൈഹി ഖാഫിയത്തുൻ സുബ്ഹാനഹു, അഥവാ ഒരു കാര്യവും ഗോപ്യമാക്കാത്ത റബ്ബ് സുബ്ഹാനഹു വ തആലയോട് അവൻ വഞ്ചന കാണിക്കുവാൻ ശ്രമിക്കുകയാണ് അതിലൂടെ ചെയ്യുന്നത്. അപ്പൊ ആ വഞ്ചനക്കുള്ള പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് നൽകുക തന്നെ ചെയ്യും. അത് ശക്തമായ രീതിയിൽ തന്നെയാണ് ഈ വചനത്തിലൂടെ അല്ലാഹു ഉണർത്തുകയും ചെയ്തിട്ടുള്ളത്. കാരണം വലിദഹാദാ ഖാല തആല, അതുകൊണ്ടാണ് അല്ലാഹു ഇങ്ങനെ പറഞ്ഞത്, യൗമ യഖൂമുന്നാസു ലിറബ്ബിൽ ആലമീൻ എന്ന്, ലോകരുടെ രക്ഷിതാവിന് വേണ്ടി ജനങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം. അഥവാ അടുത്ത വചനാണ്. അവിടെ അള്ളാഹു പറഞ്ഞില്ല എന്ത്, വലം യഖുൽ, അള്ളാഹു ഇങ്ങനെ പറഞ്ഞില്ല യൗമ യുഖ്തസ്സു ലികുല്ലി ഇൻസാനിൻ ഗരീമിഹി എന്ന് പറഞ്ഞ് അവിടെ നിർത്തിയില്ല. അഥവാ മറ്റ് ഏത് മനുഷ്യരിൽ നിന്നാണോ വഞ്ചന കാണിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ ഏതൊരു മനുഷ്യനിൽ നിന്നാണോ കബളിപ്പിച്ചിട്ടുള്ളത് അവനിൽ നിന്നു മാത്രം
അവൻ പ്രതികാരം ചോദിക്കുന്നവനായിരിക്കും എന്നല്ല അവിടെ പറഞ്ഞത്. മറിച്ച് അള്ളാഹു അത് പൊതുവാക്കിയിട്ടാണ് പറഞ്ഞത്. യൗമ യഖൂമു നാസു ലിറബ്ബിൽ ആലമീൻ, ലോകരുടെ രക്ഷിതാവിന് വേണ്ടി ജനങ്ങൾ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം എന്ന് പൊതുവായിക്കൊണ്ട് തന്നെയാണ് പറഞ്ഞത്. അപ്പോൾ അത് ശക്തമായ രീതിയിൽ തന്നെയുള്ള താക്കീതാണ് എന്ന് പണ്ഡിതന്മാർ നമ്മെ ഉണർത്തുന്നുണ്ട്. വയസ്തൗഫി കുല്ലു ദി ഹക്കിൻ ഹക്കഹു, ഏതൊരു ഹക്കും അത് പരിപൂർണമായും, ഏതൊരു അവകാശവും പരിപൂർണമായും അത് പൂർത്തീകരിക്കപ്പെടുക തന്നെ ചെയ്യും. ആ ദിവസം അത്രയും പരിപൂർണമായി അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോരുത്തർക്കുമുള്ള പ്രതിഫലം നൽകുകയും ചെയ്യുമെന്നാണ്. കബളിപ്പിക്കപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും പരലോകത്ത് അതിനുള്ള നീതി നടപ്പാക്കപ്പെടും എന്ന് ഈ വചനം നമ്മെ ഉണർത്തുന്നുണ്ട്. ഇനി ഇബ്നു ഉസൈമീൻ റഹിമഹുല്ല, ആധുനിക പണ്ഡിതനായ അദ്ദേഹം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ചില കാര്യങ്ങളുണ്ട്, നോക്കാം. സുമ്മ ഖാല തആല ലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ ലിയൗമിൻ അലീം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് യഅനി അല്ലാ യഖന ഹഉലാഇ വയഅലമു ഇൽമൽ യഖീൻ, അഥവാ ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ലാ യദുന്നു ഉലൈക, അക്കൂട്ടർ വിചാരിക്കുന്നില്ലേ എന്ന് ചോദിച്ചു. അവിടെ അതിന്റെ അർത്ഥം ഇമാം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാഹ് പറയുന്ന ലാ യതയഖന ഹഉലാഇ, അഥവാ ഇക്കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നില്ലേ, അല്ലെങ്കിൽ മനസ്സിൽ ദൃഢമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്നില്ലേ. വയഅലമു ഇൽമൽ യഖീൻ, അവർ ഇൽമുൽ യഖീൻ അറിയുന്നില്ലേ എന്നാണ് അള്ളാഹുവോട് ചോദിച്ചിട്ടുള്ളത്. കാരണം ലിഅന്നൽ-ളന്ന ബിമഅന അൽ-യഖീൻ, ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല ലന്ന് എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് അത് യഖീനിന്റെ അർത്ഥത്തിലാണ് എന്നാണ്. വിചാരിക്കുന്നില്ലേ എന്ന് പറഞ്ഞത് അവർ വിശ്വസിക്കുന്നില്ലേ എന്ന അർത്ഥത്തിലാണ് എന്നാണ്. കാരണം ഇപ്രകാരം അള്ളാഹു വിശുദ്ധ ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ പ്രയോഗിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. വല്ലന്നോ ബിമഅന അൽ-യഖീൻ യഅതി കസീറൻ ഫിൽ ഖുർആൻ, ഖുർആനിൽ ധാരാളം സന്ദർഭങ്ങളിൽ അങ്ങനെയുണ്ട്. സൂറത്തുൽ ബഖറയിലെ 46-ാമത്തെ വചനം, അല്ലദീന യദുന്നൂന അന്നഹും മുലാഖു റബ്ബിഹിം വ അന്നഹും ഇലൈഹി റാജിഊൻ, അഥവാ ഒരു വിഭാഗം ആളുകളെ സംബന്ധിച്ച് അള്ളാഹു പറയുകയാണ്, യദുന്നൂന അവർ വിശ്വസിക്കുന്നു, അന്നഹും മുലാഖു റബ്ബിഹിം അവർ അവരുടെ രക്ഷിതാവിനെ കണ്ടുമുട്ടുന്നവരാണ് എന്നവർ വിശ്വസിക്കുന്നവരാണ്. അന്നഹും ഇലൈഹി റാജിഊൻ അവങ്കിലേക്ക് അവർ മടക്കപ്പെടുകയും ചെയ്യുന്നവരാണ് എന്നും അവർ വിശ്വസിക്കുന്നവരാണ്. അവിടെ യലുന്നൂന എന്ന് പ്രയോഗിച്ചിട്ടുള്ളത് യഖീനിന്റെ അർത്ഥത്തിലാണ് എന്നാണ്. ലന്ന യലുന്നു എന്ന് പറഞ്ഞാൽ ഭാഷാപരമായ അതിന്റെ അർത്ഥം വിചാരിക്കുക, ധരിക്കുക എന്നൊക്കെയാണ്. പക്ഷേ അതിനെ സാങ്കേതികപരമായിട്ട് അതിന് അർത്ഥം കൊടുക്കുകയാണെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ നിന്നും വിശ്വസിക്കുക എന്ന അർത്ഥം, യഖീൻ എന്ന അർത്ഥം അതിന് ലഭിക്കും എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതാണ് അദ്ദേഹം ശേഷം വിശദീകരിക്കുകയും ചെയ്യുന്നത്, വഹും യതയഖനൂന അന്നഹും മുലാഖുല്ലാ, അഥവാ മുഅ്മിനീങ്ങളായിട്ടുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന കാര്യം അവർ ദൃഢമായി വിശ്വസിക്കുന്നവരാണ്. ലാകിന്ന അൽ-ളന്ന യുസ്തഅമലു ബിമഅന അൽ-യഖീൻ കസീറൻ ഫിൽ ലുഗത്തിൽ അറബിയ്യ, അതേ രീതിയിൽ തന്നെ ഭാഷാപരമായി നോക്കുകയാണെങ്കിലും ലൊന്ന് എന്ന പദം അത് ധാരാളമായിക്കൊണ്ട് യഖീൻ എന്ന മഅനയിൽ, യഖീൻ എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചതായും കാണുവാൻ സാധിക്കുമെന്നാണ്. അതേപോലെ പറയുന്നു വഹുനാ യഖൂലു അസ്സ വജൽ, ഇവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തുൽ മുത്തഫിഫീനിൽ പറഞ്ഞിട്ടുള്ളത് അലാ യദുന്നു ഉലൈക അന്നഹും മബ്ഊസൂൻ, അവർ വിചാരിക്കുന്നില്ലേ, തീർച്ചയായും അവർ പുനർജീവിപ്പിക്കപ്പെടുന്നവരാണ് എന്നുള്ള കാര്യം അക്കൂട്ടം ആളുകൾ വിചാരിക്കുന്നില്ലേ എന്നാണ്. അഥവാ അലാ യതയഖന ഹഉലാഇ അന്നഹും മബ്ഊസൂൻ, അവർ വിശ്വസിക്കുന്നില്ലേ, അവർ പുനർജീവിപ്പിക്കപ്പെടുന്നവരാണ് എന്ന് അവർ വിശ്വസിക്കുന്നില്ലേ എന്ന അർത്ഥമാണ് അതിന് നൽകേണ്ടത് എന്നാണ്. അഥവാ മുഖ്റജൂന മിൻ ഖുബൂരിഹിം ലില്ലാഹി റബ്ബിൽ ആലമീൻ, ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് വേണ്ടി അവർ അവരുടെ ഖബറുകളിൽ നിന്നും പുറപ്പെടുന്നവരായിരിക്കും എന്നാണ്. ലിയൗമിൻ അദീം ഹാദൽ യൗമു അദീം, അഥവാ ആ ഒരു ദിവസം ഏറെ മഹത്തരമായ ദിവസമായിരിക്കും, അല്ലെങ്കിൽ പരിപൂർണമായും ഭീതിജനകമായ അന്തരീക്ഷമായിരിക്കും അന്ന് ഉണ്ടായിരിക്കുക എന്നാണ്. വലാ ശക്ക അന്നഹു അലീം, അതുകൊണ്ട് തന്നെ അത് അലീമാണ്, അത് ഭീമാകാരമാണ്, അല്ലെങ്കിൽ വലിയതാണ് എന്ന കാര്യത്തിൽ ഒരു സംശയവും ഇല്ല. വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഹജ്ജിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അത് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന സൽസലത്തസ് സാഅതി ഷൈഉൻ അലീം, അഥവാ അന്ത്യനാൾ അത് ഏറെ ഭീമാകാരം തന്നെയായിരിക്കും, അത് അലീം തന്നെയാണ് എന്ന് സൂറത്തുൽ ഹജ്ജിലൂടെയും അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. അഥവാ അലീമുൻ ഫി തൂലിഹി ഫി അഹ്വാലിഹി ഫീമാ യഹ്ദുസു ഫീഹി വഫി കുല്ലി മഅനൻ തഹ്മിലുഹു കലിമത അലീം, അഥവാ അലീം എന്ന ഒരു പദത്തിന് ലഭിക്കുന്ന അർത്ഥങ്ങളാണ്. എന്തൊക്കെയാണ്? അലീമുൻ ഫി തൂലിഹി, അതിന്റെ ദൈർഘ്യം അത്രയും വലിയതായിരിക്കും. അതേപോലെ തന്നെ ഫി അഹ്വാലിഹി, അതിലെ ഓരോ കാര്യങ്ങളും വലിയതായിരിക്കും.
അതേപോലെ തന്നെ അന്ന് സംഭവിക്കുന്ന ഓരോ കാര്യങ്ങളും ഓരോ ദുരന്തങ്ങളും അതും വലിയത് തന്നെയായിരിക്കും. അതിലെ ഓരോ കാര്യങ്ങളും അലീമായിരിക്കും, ഭീമാകാരമായിരിക്കും, വലിയതായിരിക്കും എന്നാണ്. പക്ഷെ അങ്ങനെയൊക്കെയാണെങ്കിലും ലാകിന്ന ഹാദൽ അലീം ഹുവ അലാ ഖൗമിൻ അസീർ, ചില ആളുകൾക്ക് മാത്രമായിരിക്കും അത് അലീമായിരിക്കുക, ഭീമാകാരമായിരിക്കുക, അല്ലെങ്കിൽ പ്രയാസം നിറഞ്ഞതായിരിക്കുക. വഅലാ ഖൗമിൻ യസീർ, എന്നാൽ മറ്റൊരു വിഭാഗം ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് യസീർ ആയിരിക്കും എന്നാണ്. സൂറത്തുൽ മുദ്ദസ്സിറിലെ 10-ാമത്തെ വചനത്തിൽ അല്ലാഹു അത് പറയുന്നുണ്ട്, അലൽ കാഫിരീന ഗൈറ യസീർ, കുഫാറുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഗൈറ യസീർ, എളുപ്പമായിരിക്കില്ല, മറിച്ച് അത് പ്രയാസമായിരിക്കും, ഞെരുക്കമായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ്. എന്നാൽ അതേ രീതിയിൽ തന്നെ സൂറത്തുൽ ഖമറിലെ 8-ാമത്തെ വചനത്തിൽ അല്ലാഹു പരാമർശിക്കുന്നുണ്ട്, യഖൂലുൽ കാഫിറൂന ഹാദാ യൗമുൻ അസിർ, അഥവാ കുഫാറുകളായുള്ള കാഫിരീങ്ങളായുള്ള അല്ലാഹുവിൽ നിഷേധിച്ച ആളുകൾ തീർച്ചയായും അവർ അന്നേ ദിവസം പറയുന്നതാണ് ഹാദാ യൗമുൻ അസിർ, അവർക്ക് ഏറെ പ്രയാസമുള്ള ഞെരുക്കമുള്ള ദിവസമാണിത് എന്നവർ പറയുന്നതാണ് എന്നാണ്. അപ്പോൾ കുഫാറുകളായുള്ള കാഫിരീങ്ങളായുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ദിവസം ഏറെ ഞെരുക്കം നിറഞ്ഞത് തന്നെയായിരിക്കും, പ്രയാസമുള്ളത് തന്നെയായിരിക്കും എന്നാണ്. ലാകിന്നഹു ബിന്നിസ്ബതി ലിൽ മുഅ്മിനീൻ, പക്ഷെ മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ജഅലനി അല്ലാഹു വ ഇയ്യാകും മിൻഹും, അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാം അതിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അപ്പോൾ മുഅ്മിനീങ്ങളായുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം യസീറുൻ കഅന്നമാ യുഅദ്ദി ബിഹി സ്വലാത്ത ഫരീദത്തിൻ മിൻ സുഹൂലതിഹി അലൈഹി വയുസ്രിഹി അലൈഹി, അഥവാ മുഅ്മിനീങ്ങൾക്ക് അത് പ്രയാസമുള്ളതേ ആയിരിക്കില്ല, മറിച്ച് അവർക്കത് എളുപ്പമായിരിക്കും. ഏതുപോലെ എന്നാൽ യസീറുൻ കഅന്നമാ യുഅദ്ദി ബിഹി സ്വലാത്ത ഫരീദത്തിൻ, ഫർളായ നമസ്കാരത്തിന് പോകുമ്പോൾ മുഅ്മിനീങ്ങളായ ആളുകളുടെ മാനസികാവസ്ഥ അവർക്കത് എത്രയോ സുഖമുള്ളതായിരിക്കും, അല്ലെങ്കിൽ എത്രയോ മാനസികമായി സംതൃപ്തിയുള്ളതായിരിക്കും. അപ്പം അതേ രീതി തന്നെയായിരിക്കും ഇതിനും ഉണ്ടായിരിക്കുക എന്നാണ്. എന്നാൽ ഒരു മുഅ്മിനല്ലാത്ത ഒരു മുനാഫിക്കായ ഒരു കുഫാറായ വ്യക്തിയാണ് എങ്കിൽ നമസ്കാരമോ അതല്ലെങ്കിൽ മറ്റുള്ള ആരാധനാ കർമ്മങ്ങളോ ഒക്കെ ആലോചിക്കുമ്പോൾ, അതുമല്ലെങ്കിൽ മതപരമായുള്ള നിഷ്ഠകൾ ആലോചിക്കുമ്പോൾ അവർക്കത് എന്തോ ഭാരമുള്ളതുപോലെയും അസീറായിക്കൊണ്ടും പ്രയാസമുള്ളതായിക്കൊണ്ടും അനുഭവപ്പെടും. അപ്പം ആ രീതി തന്നെയായിരിക്കും ആ ഒരു ദിവസത്തെ സംബന്ധിച്ചിടത്തോളവും ഉണ്ടായിരിക്കുക എന്നാണ്. കുഫാറുകളെ സംബന്ധിച്ചിടത്തോളം അവർക്കത് ഏറെ ഭാരമായിട്ടുള്ളതായിരിക്കും, ഏറെ ഞെരുക്കമുള്ളതായിരിക്കും. പക്ഷേ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അത് അവർക്ക് എളുപ്പമാക്കി കൊടുക്കുന്നതായിരിക്കും. അത് അവരുടെ മനസ്സിനൊരു വിമ്മിഷ്ടമുള്ളതോ പ്രയാസമുള്ളതോ ആയിക്കൊണ്ട് അനുഭവപ്പെടുകയും ഇല്ല എന്നുള്ളതാണ്. അപ്പം ഇത്തരത്തിലുള്ള മതപരമായുള്ള നിഷ്ഠകൾ പാലിക്കുന്ന വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇദാ കാന മിമ്മൻ ഇസ്തഹഖ ഹാദിഹിൽ വിഖായ അൽഅദീമ വകാന മിനൽ ലദീന യുദില്ലുഹുമുല്ലാഹു ഫീ ദില്ലിഹി യൗമ ലാ ദില്ല ഇല്ലാ ദില്ലു, അത്തരത്തിൽ നിഷ്ഠകൾ പാലിച്ചുകൊണ്ട് ജീവിതം നയിക്കുന്ന മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു തആല മറ്റൊരു തണലും ലഭിക്കാത്ത ദിവസത്തിൽ അള്ളാഹുവിൻ്റെ തണൽ ഈ വിഭാഗം ആളുകൾക്ക് നൽകി അവരെ അനുഗ്രഹിക്കുന്നതായിരിക്കും എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു തആല അത്തരക്കാരുടെ കൂട്ടത്തിൽ നമ്മെല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇവിടെ അദ്ദേഹം ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ അവസാനമായിക്കൊണ്ട് സമർത്ഥിക്കുന്ന കാര്യം അൽ മുഹിമ്മു അന്ന ഹാദാ യൗമുൻ അദീം, ഈ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ അത് അലീമു തന്നെയാണ്, അഥവാ വലിയ ദിവസം തന്നെയാണ്, ഏറെ പ്രയാസങ്ങൾ അന്നേ ദിവസം ഉണ്ടായിരിക്കുകയും ചെയ്യും എന്നാണ്. പക്ഷേ അലീമുൻ ലാകിന്നഹു ബിന്നിസ്ബതി ലിന്നാസി യകൂനു യസീറൻ വയകൂനു അസീറൻ, ഓരോ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ജനങ്ങളുടെ വിശ്വാസവും അവരുടെ ആരാധനകളും അവരുടെ നിഷ്ഠകളുമെല്ലാം പരിഗണിച്ച് നോക്കുകയാണെങ്കിൽ ചില ആളുകൾക്കത് എളുപ്പമായിരിക്കും, ചില ആളുകൾക്കത് പ്രയാസമായിരിക്കും എന്നാണ് അദ്ദേഹം പറഞ്ഞതിൻ്റെ ആകെത്തുക. അവസാനമായിക്കൊണ്ട് സൂറത്തുൽ മുത്തഫിഫീനിലെ 6-ാമത്തെ വചനത്തിലേക്ക് പ്രവേശിക്കാം. യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ, ആയത്തിൻ്റെ അർത്ഥം ലോകരക്ഷിതാവിങ്കലേക്കു ജനങ്ങൾ എഴുന്നേറ്റ് വരുന്ന ദിവസം. യൗമ എന്ന് പറഞ്ഞാൽ ദിവസം, യൗമ യഖൂമു എഴുന്നേറ്റ് വരുന്ന ദിവസം, അന്നാസു ജനങ്ങൾ, ലിറബ്ബിൽ ആലമീൻ ലോകരുടെ രക്ഷിതാവിങ്കലേക്ക്, ലോകരക്ഷിതാവിങ്കലേക്ക് ജനങ്ങൾ എഴുന്നേറ്റ് വരുന്ന ദിവസം. കഴിഞ്ഞ വചനത്തിലേക്ക് ബന്ധിപ്പിച്ചുകൊണ്ടാണ് ഈ വചനത്തിന് അർത്ഥം നൽകേണ്ടത്. കഴിഞ്ഞ 2 വചനങ്ങളിലും അല്ലാഹു സുബ്ഹാനഹു വതആല ആ ഒരു പരലോകത്തിൻ്റെ അല്ലെങ്കിൽ അന്ത്യനാളിൻ്റെ ഭീകരതയെ സൂചിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ബാക്കി എന്നോണം തന്നെയാണ് ഈ വചനത്തിലുമുള്ളത്. നോക്കാം, വിശദീകരണത്തിലേക്ക് കടക്കാം. ഇബ്നു ഉസൈമീൻ റഹിമഹുല്ലാ പറയുന്നു, യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞാൽ യഖൂമൂന മിൻ ഖുബൂരിഹിം ഹുഫാതൻ ലൈസ ലഹും നിആലുൻ വലാ ഖിഫാഫുൻ ഉറാതൻ ലൈസ ലഹും സിയാബുൻ, അഥവാ
വസ്ത്രങ്ങളില്ലാതെ പരിപൂർണമായും ഖബറുകളിൽ നിന്ന് എഴുന്നേറ്റ് വരുമ്പോൾ അവർ പരിപൂർണമായും നഗ്നരായിരിക്കും. അല്ലെങ്കിൽ എങ്ങനെയാണോ ജനിച്ചു വീണത് അതേ രീതിയിൽ തന്നെയായിരിക്കും അവർ ഉണ്ടായിരിക്കുക എന്നാണ്. ലാ ഖുംസുൻ വലാ സറാവീലുൻ വലാ ഉസ്റുൻ വലാ അർദിയത്തുൻ. ഒരു മേൽവസ്ത്രമോ അല്ലെങ്കിൽ ഒരു മുണ്ടോ അതുമല്ലെങ്കിൽ ഒരു തലപ്പാവോ അങ്ങനെയുള്ള ഒരു വസ്ത്രം തന്നെ അവരുടെ ശരീരത്തിൽ ഉണ്ടായിരിക്കുകയില്ല. ഹുഫാത്തൻ ഉറാത്തൻ ഉഹുർല, അഥവാ ചെരുപ്പും ഒന്നും തന്നെ ഉണ്ടായിരിക്കുകയില്ല. ജനിച്ച വീണ അതേ രീതിയിൽ തന്നെയായിരിക്കും മനുഷ്യർ ഓരോരുത്തരും ഉണ്ടായിരിക്കുക എന്നാണ്. സൂറത്തുൽ അംബിയയിലെ 1-ാമത്തെ വചനം നമുക്ക് കാണുവാൻ സാധിക്കും. കമാ ബദഅനാ അവ്വല ഖൽഖിൻ നുഈദുഹു, അഥവാ എങ്ങനെയാണോ അവരുടെ ആദ്യ സൃഷ്ടിപ്പുണ്ടായിരുന്നത് അതേ രീതിയിലേക്ക് തന്നെ നാം അവരെ മടക്കുന്നതാണ് എന്നാണ്. വയുഈദുഹു അല്ലാഹു അസ്സ വജൽ ലിബയാനി കമാലി ഖുദ്റതിഹി തആല വഅന്നഹു യുഈദുൽ ഖൽഖ കമാ ബദഅഹും. അല്ലാഹുവിൻ്റെ സുബ്ഹാനഹു വ തആലയുടെ കഴിവുകളുടെ പൂർണ്ണതയും അതിലൂടെ നമുക്ക് കാണുവാൻ സാധിക്കും. മനുഷ്യൻ ആദ്യ സന്ദർഭങ്ങളിൽ എങ്ങനെയാണോ ഉണ്ടായിരുന്നത് അതേ രീതിയിലേക്ക് തന്നെ പരിപൂർണമായും നുരുമ്പിച്ചു പോയ എല്ലാം മണ്ണായി തീർന്ന മനുഷ്യനെ ആദ്യ അവസ്ഥയിലേക്ക് തന്നെ തിരിച്ച് അള്ളാഹു സുബ്ഹാനഹു വ തആല മടക്കിക്കൊണ്ടുവരുമ്പോൾ അത് അള്ളാഹുവിൻ്റെ സുബ്ഹാനഹു വ തആലയുടെ കഴിവിനെയും അവൻ്റെ കഴിവിൻ്റെ പൂർണ്ണതയെയും തൊട്ടുണർത്തുന്നുണ്ട് എന്ന് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇബ്നു കസീർ റഹ്മഹുല്ല നൽകിയിട്ടുള്ള വിശദീകരണം നോക്കാം. അദ്ദേഹം ഒരു ഹദീസ് ഉദ്ധരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. അൻ അബീ ഹുറൈറത റളിയല്ലാഹു തആല അൻഹു ഖാല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ലി ബഷീർ അൽ ഗിഫാരി. ബഷീർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, കൈഫ അൻത സാനിഉൻ ഫി യൗമി യഖൂമുൻ നാസ് ഫീഹി 300 സന ലിറബ്ബിൽ ആലമീൻ. അഥവാ ലോകരക്ഷിത ഗിഫാരി റളിയല്ലാഹു തആല അൻഹുവിനോട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്, കൈഫ അൻത സാനിഉൻ ഫി യൗമിൻ യഖൂമുൻ നാസ് ഫീഹി 300 സന ലിറബ്ബിൽ ആലമീൻ മിൻ അയ്യാമിദ് ദുനിയ. അഥവാ ദുനിയാവിലെ ഏകദേശം 300-ലധികം വർഷം അത്രയും ദൈർഘ്യമുള്ള ഒരു ദിവസം, ആ ഒരു ദിവസം ജനങ്ങളെല്ലാവരും തൻ്റെ റബ്ബിങ്കലേക്ക് കാത്തു നിൽക്കുന്ന ആ ഒരു ദിവസം നിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഷീറുൽ ഗഫാരി റളിയല്ലാഹു തആല അൻഹുവോട് ചോദിക്കുകയാണ്. അപ്പോൾ ലാ യഅതീഹിം ഫീഹി ഖബറുൻ മിനസ് സമാ, ആകാശത്ത് നിന്നൊരു വൃത്താന്തവും തന്നെ വന്നു കിട്ടുകയില്ല. വലാ ഉമറു ഫീഹി ബി അംറിൻ, ഒരു കൽപ്പനയും തന്നെ ഉണ്ടായിരിക്കുകയില്ല. അങ്ങനെയുള്ള ആ ഒരു ദിവസത്തെക്കുറിച്ച് നീ ആലോചിച്ചിട്ടുണ്ടോ? അന്നേ ദിവസം നിന്റെ അവസ്ഥ എന്തായിരിക്കും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുകയാണ്. അപ്പോൾ ആ സന്ദർഭത്തിൽ അദ്ദേഹം തിരിച്ചു പറഞ്ഞു, ബഷീർ ഗഫാരി റളിയല്ലാഹു തആല അൻഹു തിരിച്ചു പറഞ്ഞു, അൽ മുസ്തആനു അല്ലാഹ്, അല്ലാഹു എന്നെ സുബ്ഹാനഹു തആല സഹായിക്കട്ടെ എന്ന് അദ്ദേഹം പറയുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു പറഞ്ഞു, ഫഇദാ അവൈത ഇലാ ഫിറാശിക, നീ നിന്റെ വിരിപ്പിലേക്ക് പോകുമ്പോൾ ഫതഅവദ് ബില്ലാഹ് മിൻ കർബി യൗമിൽ ഖിയാമ, ഖിയാമത്ത് നാളിലുള്ള പ്രയാസങ്ങളിൽ നിന്നും നീ അള്ളാഹുവിനോട് കാവൽ തേടിക്കൊള്ളുക. വസൂഇൽ ഹിസാബ്, മോശമായ വിചാരണയിൽ നിന്നും റബ്ബിനോട് നീ കാവൽ തേടിക്കൊള്ളുക എന്ന് ബഷീർ ഗഫാരി റളിയല്ലാഹു തആല അൻഹുവിനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വസിയത്തായി കൊണ്ട് പറഞ്ഞു കൊടുക്കുന്നതായി കാണാൻ സാധിക്കും. അപ്പോൾ നമ്മൾ നമ്മുടെ വിരിപ്പിലേക്ക് പോകുമ്പോൾ, നമ്മൾ ഉറങ്ങാൻ പോകുമ്പോൾ ഇത്തരത്തിലുള്ള ചിന്തകൾ നമ്മെ ഉണർത്തേണ്ടതുണ്ട്. റബ്ബ് സുബ്ഹാനഹു വ തആലയോട് ഈ വിഷയങ്ങളിൽ നിന്ന് നമ്മൾ കാവൽ തേടുകയും ചെയ്യേണ്ടതുണ്ട് എന്നാണ്. അതേപോലെ തന്നെ ഇബ്നു കസീർ റഹ്മഹുല്ല മറ്റൊരു ഹദീസ് കൂടി അദ്ദേഹത്തിന്റെ വിശദീകരണത്തിൽ ഉദ്ധരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയുകയാണ്, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കാന യഫ്തതിഹു ഖിയാമൽ ലൈൽ യുകബ്ബിറു 10 വയഹ്മദു 10 വയുസബ്ബിഹു 10 വയസ്തഗ്ഫിറു 10. അഥവാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖിയാമുൽ ലൈൽ രാത്രി നമസ്കാരത്തിന് വേണ്ടി എഴുന്നേറ്റാൽ അദ്ദേഹം തക്ബീറുകൾ അർപ്പിക്കുകയും അതേപോലെ തന്നെ 10 തവണ തഹ്മീദുകൾ അർപ്പിക്കുകയും അൽഹംദുലില്ലാഹ് എന്ന് പറയുകയും സുബ്ഹാനല്ലാഹ് പറയുകയും അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുകയും ചെയ്യാറുണ്ടായിരുന്നു എന്നാണ്. 10 തവണ അത് പ്രവാചകൻ പറഞ്ഞ ശേഷം വയഖൂൽ, ഇങ്ങനെ പറയുമായിരുന്നു, അല്ലാഹുമ്മ ഗ്ഫിർലി വഹ്ദിനി വർസുഖ്നി വആഫിനി എന്ന് പറയാറുണ്ടായിരുന്നു. ആ ഒരു പ്രാർത്ഥനയും പറഞ്ഞ ശേഷം വയതഅവദ് മിൻ ദൈഖി അൽ മഖാമി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ഏറെ ഞെരുക്കമുള്ള സ്ഥാനം അല്ലെങ്കിൽ ഏറെ ഞെരുക്കമുള്ള സങ്കേതത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രവാചകർ കാവൽ തേടാറുണ്ടായിരുന്നു എന്നാണ്. ഇപ്പോൾ ഉറക്കത്തിൻ്റെ വിരിപ്പിലേക്ക് പോകുമ്പോഴും അതേപോലെ തന്നെ ഉറക്കിൽ നിന്ന് എഴുന്നേറ്റ് ഖിയാമുൽ ലൈൽ നമസ്കരിക്കാൻ വേണ്ടി വരുമ്പോഴുമെല്ലാം ഇത്തരത്തിലുള്ള പ്രാർത്ഥനകൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഈ ഹദീസുകളിൽ നിന്നും പാഠം ഉൾക്കൊള്ളുവാൻ നമുക്ക് കഴിയുന്നതാണ്. ഇനി അതേപോലെ തന്നെ ഇമാം ഖുർത്തുബി റഹ്മഹുല്ല
നൽകിയിട്ടുള്ള വിശദീകരണം കൂടി നമുക്ക് നോക്കാം. ഇമാം ഖുർത്തുബി റഹിമഹുള്ള ഒരു സംഭവം അതിൻ്റെ കീഴിൽ ഉദ്ധരിക്കുന്നുണ്ട്. ഖറ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു, ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു വൈലുൽ ലിൽ മുത്തഫിഫീൻ എന്നത് മുതൽ ഇങ്ങനെ ഓതി വരികയാണ്. അങ്ങനെ ഹത്ത ബലഗ യൗമ യഖൂമുൻ നാസു ലിറബ്ബിൽ ആലമീൻ എന്നത് വരെ എത്തിയപ്പോൾ ഫബക ഹത്ത സഖത, അദ്ദേഹം ധാരാളമായിക്കൊണ്ട് കരയുകയാണ്. അങ്ങനെ ബാക്കിയുള്ള ഭാഗം ഓതുവാൻ കഴിയാത്ത വിധം വംതനഅ മിൻ ഖിറാഅതി മാ ബഅദഹു, ശേഷമുള്ള ഭാഗം ഓതാൻ കഴിയാത്ത വിധം അദ്ദേഹം കരയുകയും അങ്ങനെ ഓത്ത് നിർത്തുകയും ചെയ്യുകയാണ്. സുമ്മ ഖാല, എന്നിട്ട് അദ്ദേഹം തിരിച്ചു പറഞ്ഞു, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം യഖൂൽ, പ്രവാചകൻ സല്ലല്ലാഹു പാരായണം ചെയ്തുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാറുണ്ടായിരുന്നു, ഫി യൗമിൻ കാന മിഖ്ദാറുഹു 50,000 സന, അഥവാ ഈ ഒരു ദിവസത്തിന്റെ ദൈർഘ്യം എന്ന് പറഞ്ഞാൽ 50,000 വർഷത്തോളം ഉണ്ടായിരിക്കുമെന്നാണ്. എന്നിട്ട് റസൂലുള്ളാഹി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തുടർത്തി പറഞ്ഞു, ഫമിൻഹും മയ്യബ്ലുഗുൽ അറഖു കഅബൈഹി, ആ ജനങ്ങളെല്ലാവരും ഒരുമിച്ച് കൂടി നിൽക്കുമ്പോൾ അതിൽ ഞെരിയാണി വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. വമിൻഹും മയ്യബ്ലുഗു റുക്ബതൈഹി, അതേപോലെ തന്നെ കാൽമുട്ട് വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. വമിൻഹും മയ്യബ്ലുഗു ഹിക്വൈഹി, അഥവാ ഊര വരെ അല്ലെങ്കിൽ എടുപ്പ് വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. വമിൻഹും മയ്യബ്ലുഗു സദ്റഹു, നെഞ്ച് വരെ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന ആളുകൾ ഉണ്ടായിരിക്കും. വമിൻഹും മയ്യബ്ലുഗു ഉദ്നൈഹി, ചെവി വരെയും വിയർപ്പിൽ മുങ്ങി നിൽക്കുന്നവരുണ്ടായിരിക്കും. ഹത്താ ഇന്ന അഹദഹും ലയഗീബു ഫീ റശ്ഹിഹി കമാ യഗീബു ദുഫ്ദു, അഥവാ ഒരു തവള ചാടി പോകുന്നത് പോലെ വിയർപ്പിൽ മുങ്ങി കുളിച്ചു നിൽക്കുന്ന ആളുകളും ആ ജനങ്ങളുടെ വിഭാഗത്തിൽ ഉണ്ടായിരിക്കുമെന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മെ എല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപ്പം അത്തരത്തിൽ ജീവിതത്തിൽ തെറ്റുകുറ്റങ്ങളുടെ ആധിക്യം എത്രയാണോ ഉണ്ടായിരുന്നത് അതിനനുസരിച്ച് വിയർപ്പിൽ മുങ്ങിക്കുളിച്ച് പരലോകത്ത് നിൽക്കുന്ന അവസ്ഥ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്ദർഭം വിവരിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണുവാൻ സാധിക്കും. അതേപോലെ മറ്റൊരു ഹദീസ് കൂടി ഇമാം ഖുർത്തുബി റഹിമഹുല്ലാഹ് ഉദ്ധരിക്കുന്നുണ്ട്. വറവാ നാസുൻ അൻ ഇബ്നു അബ്ബാസ്, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്നും ഉദ്ധരിക്കപ്പെടുന്നതായി കൊണ്ട് കാണാം. അദ്ദേഹം പറയുന്നു, വയുഹവ്വിനു അലൽ മുഅ്മിനീന ഖദ്റ സ്വലാത്തിഹിമുൽ ഫരീള, അഥവാ സത്യവിശ്വാസികളായുള്ള മുഅ്മിനീങ്ങളായുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ നമസ്കരിച്ച അവരുടെ നമസ്കാരങ്ങൾ, അവരുടെ ഫർളായിട്ടുള്ള നമസ്കാരങ്ങൾ, ആ നമസ്കാരങ്ങൾ അവർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കും, പ്രയാസങ്ങളിൽ നിന്നും ഞെരുക്കങ്ങളിൽ നിന്നും അവർക്ക് സൗഖ്യമുണ്ടാക്കി കൊടുക്കുമെന്നാണ്. വറുവിയ അൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു തആല അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നതായി കൊണ്ട് കാണാം, യഖൂമൂന അൽഫ ആമിൻ ഫിദ്ദുല്ല, അഥവാ 1000 വർഷത്തോളം അവർ തണലിലായിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ്. ഇപ്പോൾ മുഅ്മിനീങ്ങളായുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ജീവിതത്തിൽ അവർ പാലിച്ച ദീനീ നിഷ്ഠയും കാര്യങ്ങളുമെല്ലാം അതിൻ്റെ ആരാധനാ ചിട്ടകളുമെല്ലാം തന്നെ പരലോകത്ത് അവർക്ക് എളുപ്പമുണ്ടാക്കി കൊടുക്കും. അതേപോലെ തന്നെ അവർ തണലിലായിരിക്കും ഉണ്ടായിരിക്കുക, 1000 വർഷങ്ങളോളം അവർ തണലിൽ ആയിരിക്കും ഉണ്ടായിരിക്കുക എന്നാണ്. മറ്റൊരു റിപ്പോർട്ടിൽ ഇപ്രകാരം കാണാം, ഇന്ന ദാലിക്കൽ മഖാം അലൽ മുഅ്മിൻ കസവാലി ശംസ്, ആ ഒരു സ്ഥാനം അത് മുഅ്മിനീങ്ങളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം കസവാലി ശംസ്, സൂര്യൻ ഇല്ലാത്തൊരു അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് പോലെയായിരിക്കും, അല്ലെങ്കിൽ സൂര്യൻ മങ്ങിയ ഒരു അന്തരീക്ഷത്തിൽ നിൽക്കുന്നത് പോലെയായിരിക്കും എന്നാണ്. വദ്ദലീലു അലാ ഹാദാ മിനൽ കിതാബി ഖൗലുഹുൽ ഹഖ്, അഥവാ അല്ലാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ യൂനുസിൽ പറഞ്ഞ ആ ഒരു വചനം കൂടി ഇതിനെ നമുക്ക് തെളിവായി കൊണ്ട് ഉദ്ധരിക്കുവാനും സാധിക്കും. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ, അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ, അല്ലാഹു സുബ്ഹാനഹു വതആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളായുള്ള ആളുകൾ, അവർക്ക് ഭയപ്പെടേണ്ടതില്ല, അവർക്ക് പ്രയാസങ്ങൾ ഉണ്ടായിരിക്കുകയില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ പരലോകത്തും അല്ലാഹു അവരെ സംരക്ഷിക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുമെന്നാണ്. സൂറത്ത് യൂനുസിലെ മുത്തഖന്മാരായുള്ള ആളുകളുടെ വിശേഷണം തൊട്ടു ശേഷമുള്ള സൂറത്ത് യൂനുസിലെ തന്നെ 63-ാമത്തെ വചനത്തിൽ തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല അത് പറയുന്നതായി കൊണ്ട് കാണുവാൻ സാധിക്കും. അല്ലദീന ആമനു വകാനു യത്തഖൂൻ, അവർ വിശ്വാസികളാണ്, അതേപോലെ തന്നെ തഖ്വ പാലിച്ച് ജീവിക്കുന്നവരാണ്. അപ്പോൾ അള്ളാഹുവെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അള്ളാഹു സുബ്ഹാനഹു വതആല സമാധാനവും സൗഖ്യവും സംരക്ഷണവും എപ്പോഴും ഇറക്കി തരുമെന്ന ശരിയായ വിശ്വാസം നമ്മുടെ മനസ്സുകളിൽ ഉണ്ടായിരിക്കേണ്ടതുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള യഥാർത്ഥ കൂട്ടത്തിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ജഅലനല്ലാഹു മിൻഹും ബിഫദ്ലിഹി വകറമിഹി വജൂദിഹി വസല്ലല്ലാഹു വസല്ലം അലാ നബിയിനാ മുഹമ്മദ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.